മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ, അതും തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത മത്തങ്ങ ചെറുപയർ ഉടച്ചുകറിയുടെ റെസിപ്പിയുമായി ആണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഉടച്ചുകറിക്ക് ആവശ്യമായ അരക്കപ്പ് ചെറുപയർ നന്നായി കഴുകി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വരെ കുതിർക്കാനായി മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് കുതിർത്തു വെച്ച ചെറുപയറും കൂടെ തന്നെ ഒരു മീഡിയം സൈസ് മത്തങ്ങ ക്യൂബ്സായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചെറുപയറും മത്തങ്ങയും നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറി ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ചു വന്ന ഉടച്ചുകറിയിലേക്ക് ഇനി താളിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മത്തങ്ങ ചെറുപയർ ഉടച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.